കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ ചെയ്തിരിക്കും, പ്രോമിസ്. ഹലോ ഗൈസ്, ഞാൻ MC. എന്നെ അറിയാമോ? ഇപ്പം നിങ്ങളുടെ അറിയത്തില്ലെന്ന് എനിക്കൊന്നും പറയാനില്ല, ഞാനൊന്നും പറയുന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മളെന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലെസ്പ്ലേ തുടങ്ങി ഇവിടെ വീടുണ്ടാക്കിയതിന് ശേഷം പറഞ്ഞായിരുന്നു നമ്മളിവിടെ സ്റ്റെയർ ഇട്ട് നേരെ ഫാമിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ നേരെ അങ്ങോട്ട് പിന്നെ എക്സ് ഫാമിലോട്ട് വേണ്ടി ഒരു സ്റ്റെയർ ടൈപ്പ് ഉണ്ടാക്കുമെന്ന്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യാ ഇന്ന് നമ്മൾ ചെയ്യും. അതിനായിട്ട് ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഇത്രയും വുഡും കളക്ട് ചെയ്ത് പിന്നെ എൻ്റെ ഈ ആർമർ പഴയ പോലെ ആക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും എലേറ്റർ എടുക്കാൻ വേണ്ടി പോകണം NCT ഇരിക്കാത്തത്. അതുകൊണ്ട് ഞാൻ എല്ലാം പഴയ പോലെ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെയും പുറയിലാണ്. വായിക്കാനും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ഇത്ര നേരം കൊണ്ട് നിന്നിട്ട് ഇത് എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 9 എണ്ണമായിരുന്നു നേരത്തെ. 9 എണ്ണം മാത്രമേ ഉള്ളൂ കൈസ്, 9 എണ്ണം. അത് വേദന ആയിക്കോളും. ഫസ്റ്റ് നമുക്ക് IF-ഫാമിന് ഇങ്ങോട്ടൊരു സ്റ്റെയർ ടൈപ്പ് ഉണ്ടാക്കണം. ഇതേത്തലുണ്ടോ? ഇവിടുത്തെ ഈ സാധനം ഞാൻ സോൾട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ചില്ലല്ലേ, സോൾട്ട് ചെയ്തേക്കാം. അങ്ങനെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊരു വീഡിയോക്ക് ലൈക്ക് അടിക്കുക, തരണ്ടേ ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൺ ഓണാക്കി വെച്ചേക്കാം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഈ റൂമാണ് എൻ്റെ AFK റൂം. മുമ്പ് ഞാൻ IF-ഫാം ഉണ്ടാക്കിയപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. കാര്യം ഇവിടെ ഇങ്ങനെ നിന്ന് IF-ഫാം AFK വയ്ക്കാൻ വേണ്ടി. ഇത് നമ്മൾ പൊട്ടിച്ചൊരു നല്ലൊരു AFK ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ഉണ്ടാക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓരോന്നോരോന്നായി തീർക്കും. AFK റൂം പിന്നെ ഉണ്ടാക്കിയാലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല AFK റൂം. ഇനി ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് എടുക്കണം. അതിനു മുമ്പ് ഞാനെന്ത് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ ഇവിടെ ആയിട്ട് നമ്മളൊരു സ്റ്റെയർ ഉണ്ടാക്കില്ല എന്ന് അതൊന്ന് നോക്കണം. പിന്നെ ഇത് മല പോലെ ആക്കണം, ഞാൻ മറന്നുപോയി. അതെല്ലാം ആക്കണമല്ലേ, നമുക്ക് അതിനായിട്ടൊരു ഡേറ്റ് ബ്ലോക്ക് ഉണ്ട്. അടുത്ത എപ്പിസോഡിൽ അത് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡും കൂടെ കഴിഞ്ഞ് നമുക്ക് എലേറ്റർ എടുക്കാൻ പോവാം. എലേറ്റർ എടുക്കാൻ പോകണം. ഇതെങ്ങനെ ഉണ്ടാക്കി ഇതേപോലെ ഉണ്ടാക്കണം. വേണ്ട, ഇത്തിരി ഹൈറ്റ് കൂട്ടി എന്ത് സംഭവിക്കും? ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം കഴിച്ച്. ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച്, ഇവിടെ ഇങ്ങനെ വെച്ച്, ഇവിടെ ഇങ്ങനെ വെച്ച്, ഇവിടെ ഇങ്ങനെ വെച്ച് കാണാൻ എത്രയും കൂടെ കൊള്ളാം. ഇങ്ങനെ തന്നെ മതി. ഇവിടെ ആകുമ്പോൾ എനിക്ക് ലൈറ്റ് വെക്കാൻ പറ്റും. ഇത് കൊള്ളാം, ഇത് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റെയർ വേണ്ടി വരും. സ്റ്റെയർ ഉണ്ടാക്കാം. പതി ഉണ്ടാക്കാം. എല്ലാം ഉണ്ടാക്കിയിട്ട് വരാം. വുഡുണ്ടല്ലോ, ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ സ്റ്റോറേജിൻ്റെ അകത്ത് ചിലപ്പോൾ വുഡ് കാണും. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഏതോ സ്റ്റോറേജിൻ്റെ അകത്ത് ഞാൻ വുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനത് തരം തിരിക്കാൻ മറന്നുപോയി. അതിൻ്റെ അകത്ത് അതെ ഉണ്ട്. സ്റ്റെയർ കുറച്ച് ഇരിപ്പുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും വന്നെടുക്കാം. അതെ 10 ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, കിട്ടിക്കോളൂ. ഇതിൻ്റെ അകത്തൊന്നും ഞാൻ വെക്കാൻ പോകുന്നില്ല. ഇല്ല. ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും IF-ഫാമിൽ ഇറങ്ങുമ്പം ഈ ഒരു ബ്ലോക്കിലായിരിക്കണം ഇറങ്ങേണ്ടത്. അതായത് ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് സ്റ്റെയർ വെക്കണം. ഇത് അങ്ങനെ കാണുമ്പോൾ എന്തൊരു ബോറിങ് ആയിട്ട് പോലെ. എന്തെങ്കിലും ബോറിങ് ആയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞ് നമുക്ക് മാറ്റി പിടിക്കാം. അപ്പോൾ ഈ 10 വുഡ് എടുത്ത് നമുക്കിത് ഇങ്ങനെ പ്ലേസ് ചെയ്യേണ്ടി വരും. ഇവിടെ ആയിരിക്കും സ്റ്റെയർ. അപ്പോൾ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം മിസ്സായി. ഈ 10 വുഡ് മിച്ചം വന്നില്ലേ, ഇത് നമുക്ക് ഫുള്ള് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് അല്ലേ, പ്ലാങ്ക് ആക്കി അതിങ്ങനെ ഇങ്ങനെ വെച്ച് മണ്ടയ്ക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇനി ഇവിടെ സ്റ്റെയർ വെക്കാം, കാണാൻ ഇത്രയും കൂടെ ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടി. പുറകിൽ സോംബി തോന്നി കള്ളപ്പൂച്ചാണ്ടി. പണിയെടുക്കാം. ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ വീട്ടിൽ ഹൈറ്റ് എത്തിയില്ലേടി? എത്തി. അയ്യോ, ഇത് സെൻറ്റർ എല്ലാം അതേപോലെ പൊട്ടിച്ച് മാറ്റിക്കോ. കഴിച്ച് ഞാൻ ഇവിടെ ബ്ലോക്ക് വെച്ചില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തോന്നിയത് ആരാടെ ഇവിടെ കൊണ്ട് ബ്ലോക്ക് വെച്ച് ചോദിക്കുക കഴിച്ച് നിങ്ങൾ പോയി. ഞാനല്ല വെച്ചാൽ ആര് കമൻറ്റ് ഇട്ട് പോലും ഞാൻ വെച്ചെന്ന് ഇടുന്നാളെ ഞാൻ ബ്ലോക്ക് ചെയ്യും.
ഏത് ഒത്തും കൊണ്ടുകൂടെ പണി ചെയ്ത് വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത്. എനിക്കറിയില്ല കൈസ്, എൻ്റെ ഡിസ്പ്ലേ വേണ്ടി ആരോഗ്യ കരുതി ഇവിടെയൊക്കെ ബ്ലോക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇതേ വുട്ട കിടക്കുന്നത്. ആരാണ് അവിടെ കൊണ്ടുപോട്ട് വെച്ചേ? ആ, ഈ കാണുന്ന 2 ബ്ലോക്കാണ് ഈ സെൻറ്റർ. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഡേറ്റ് ബ്ലോക്കാണ് വെക്കുന്നത്. ഫസ്റ്റ് ടെസ്റ്റിങ് കൈസ്, ടെസ്റ്റിങ്. ഡേറ്റ് ബ്ലോക്ക് സിമ്പിളാണ് പൊട്ടിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ബ്ലോക്ക് വെക്കുന്നത്. ഫസ്റ്റ് അത് വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിക്കോളും. അതിന് വെച്ച് പ്രാക്ടീസ്. ഷവൽ എടുക്കാം വെറുതെ. ഷവൽ ഓവറല്ല, ഞാൻ ഷവൽ ഫുൾ എൻജോയിൻ്റ് ചെയ്തിട്ടില്ല. സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ. ഇനി പണി തുടങ്ങാം. സോ ഇവിടെ സ്റ്റെയറാണ് വരേണ്ടത്. അപ്പോൾ സ്റ്റെയർ വെക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ ഓക്ക് ലോഗോ വെക്കാം. സെറ്റ്. ഇനി ഇത് പൊട്ടിച്ച് ഓക്ക് ലോഗോ വെക്കണ്ട. അപ്പോൾ അതും അങ്ങോട്ട് സൈഡിലേക്കാം. ഞാൻ വിചാരിച്ച പോലെ പാടാ ഇത് പൊട്ടിക്കാൻ. കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ എനിക്ക് ഇറങ്ങാനും കയറാനൊരു സ്റ്റെയറായി. ഇനി നേരെ ഇങ്ങോട്ട് എൻ്റെ വീട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ എക്സ് ഭാഗത്തോട്ട്. ഞാൻ ഇങ്ങനെ വന്ന് ഇറങ്ങി, ഇങ്ങനെ കറങ്ങിപ്പോയി. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഷുഗർ കേക്ക് എടുക്കാം. അത് 16 ആയല്ലേ? കാരണം ഇവിടെ നിന്ന് സ്റ്റോൺ ഫാമിൽ സ്റ്റോൺ എടുക്കാം. ഇനി എക്സ് ഫാമിലോട്ടൊക്കെ ഒരു വഴി. എക്സ് ഫാമിലോട്ട് ഞാൻ എങ്ങോട്ട് വഴി സെറ്റ് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ ലാവ ഫാം നമുക്ക് പൊളിച്ച് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും ആക്കണം. കാര്യം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എനിക്ക് ലാവ ഫാം പാടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണം, ഇങ്ങോട്ടിറങ്ങണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് സെറ്റാക്കാം. അല്ല, എനിക്ക് പംക്കി ഫാം കളയേണ്ടി വരും വൈകാനെ. അതും കളയണം. അത് ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് പോകുന്തോറും നീക്കാം. അല്ലെ ഓഫ് ക്യാമറ സെറ്റപ്പ് ചെയ്യാം ഗൈസ്. ഈ ഒരു ഭാഗമാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം. അപ്പോൾ ഇത് പൊട്ടിക്കണം. നൈസ്. ഇവിടെ ഇടണം. ഇത് പൊട്ടിക്കാൻ പറ്റൂല എനിക്ക്. എന്തായാലും അങ്ങോട്ട് സെറ്റാക്കാം. ഇതെടുത്ത് മാറ്റണം. അതിന്ന് ഇപ്പം തന്നെ ചെയ്താലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എടുത്ത് ഇപ്പം തന്നെ മാറ്റിയേക്കാം. എന്തായാലും ഇനിയും ടൈം ഉണ്ട് എൻ്റെ. ഇതൊക്കെ മാറ്റി എന്നിട്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം. അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ഈ സ്ഥലം ഇവിടുന്ന് അവിടെയും സെറ്റ് ചെയ്യും. ഇതേപോലെ പിന്നെ എന്താ പറയണേ, നമ്മുടെ ഈ കാണുന്ന ഇത് കണ്ട, ഇത് നമ്മൾ നാച്ചുറൽ സ്പോണായ ലുക്ക് പോലാക്കും. ഫൈനലി അത് തന്നെ നാച്ചുറൽ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമോ നമുക്കിതില്ലേ ഫുൾ അങ്ങോട്ട് ക്ലീൻ ചെയ്തേക്കാം. ഒന്നും നോക്കണ്ട, ഈ കറക്റ്റ് ലെവൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇനി സ്ഥലം കിട്ടും. അപ്പോൾ ആ ഫാമൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ഫാമൊക്കെ ഉണ്ടാക്കാം. അത് തന്നെയാണ് അടുത്ത എപ്പിസോഡിൽ. ക്ലീനിങ് മല ഫുള്ള് ക്ലീനിങ്. ബേസിൻ്റെ അടുത്തുള്ള എല്ലാ മലയും ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നു. അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്. അപ്പോൾ ഷവല് എനിക്ക് അതിനായിട്ട് ഫുൾ ഇതാക്കി വെക്കേണ്ടി വരും. ഒക്കെ സെറ്റ്. ഷവലൊക്കെ നമ്മൾ സെറ്റാക്കുന്നതാണ്. ഫൈനലി MC അങ്ങനെ പണി തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ തൽക്കാലം ഇപ്പം അത് ഞാൻ പൊട്ടിച്ച് വെച്ചേക്കാം. പിന്നീട് നമ്മൾ ഈ മല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ചേക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പൊട്ടിച്ചിട്ടും ലാവൊക്കെ എടുത്ത് മാറ്റിക്കോ, കുഴപ്പമില്ല. ലാവയുടെ മണ്ടൊക്കെ വുഡ് വെച്ചാൽ കുഴപ്പമില്ല. കാര്യം നമ്മുടെ ലാവ ഓൾറെഡി കിടപ്പുണ്ട്.
ലാഫ മാറ്റൂ. ഇനി ഇവിടെ ലാവ ഇല്ല, ലാവ ഒക്കെ ഡിലീറ്റായി. ഈ ഭാഗം മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടി വരും. എന്തായാലും ആവശ്യമുള്ള ലാവ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ വിചാരിച്ച് പണി കിട്ടിയെന്ന്. ഇതൊക്കെ ലാവ കുഴപ്പമില്ലല്ലേ, കൈ കിട്ടുന്നുണ്ടല്ലോ. കൈ കിട്ടുന്നുണ്ടല്ലോ. 10 എണ്ണമാണ് ഞാൻ പൊട്ടിച്ചതാ, 10 എണ്ണം. ഇത് ചെസ്റ്റിനകത്തോട്ട് വെക്കാം. നമ്മൾ ഈ 10 എണ്ണം വെക്കുന്നു, സ്റ്റോൺ വെക്കുന്നു. ഈ വെള്ളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണേ. ഇനി ഇത് പൊട്ടിക്കുമ്പോൾ ഈ ലാവയും കൂടെ ഇല്ല, ലാവ ഡിലീറ്റ് ആവുന്നു. കുഴപ്പമില്ല. ഇത് ഇവിടെ വെക്കുന്നു. ഇപ്പോൾ ഈ സ്റ്റോറേജ് മാറ്റണമെന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ സ്റ്റോറേജെങ്കിലും വിളിക്കട്ടാ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും തരത്തില്ലായിരിക്കും. തരത്തില്ല. ഇത് പൊട്ടിച്ച് മാറ്റിയേക്കാം. ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ പോലെ വെള്ളം ആയിക്കോളും, പഴയ പോലെ എല്ലാം ആയിക്കോളും. അതും അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പോലെ സെറ്റ് ചെയ്യട്ടാ. സെറ്റ് അതും അങ്ങനെ ആയിട്ടുണ്ട്. ഞാനത് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴാ ഈ ഒരു 4 ബ്ലോക്ക് കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന അതും മാറും. ഈ അയഫാം കുഴപ്പമില്ലല്ലേ. അതേപോലൊക്കെ ഞാൻ ഓഫ് ക്യാമറ സെറ്റപ്പ് അതെവിടെ ഉണ്ടാക്കൂടാ. നീ ഓഫ് ക്യാമറ അല്ല വന്ന് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഓഫ് ക്യാമറയുടെ സെറ്റപ്പ്. ഓഫ് ക്യാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സെൻറ്റർ, ഇവിടെ ഇട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഉള്ളി ഒരു ഓഫ് ക്യാം എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് സെറ്റ്. അതിൻ്റെ ഒരു ചെറിയൊരു ഓഫ് ക്യാമ. മമ്മി അയ്യോ ചാവല്ല, അയ്യോ പയറടി വെള്ളം ഡിലീറ്റ് ചെയ്ത്. ജീവിതം ഷോട്ട്. ഞാൻ ബാക്കിലോട്ടൊക്കെ ചത്തുപോയി. ഇവരുടെ ഇച്ചില്ലാവേ ഞാൻ വീഴാൻ പോയി. കുഴപ്പമില്ല, സെറ്റ് സാധനം സെറ്റായി. അത് മതി. പണിയിരുന്നേ എത്രയായി? ഇത്ര നേരം കൊണ്ട് 1 മണിക്കൂറുണ്ട് 27. കുഴപ്പമില്ല. ഓക്കെ, ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ നേരത്തേക്കും ടാറ്റ ബൈ ബൈ.